ചിൽഡ്രൻസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസും ന്യൂ ഇയറിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇനി എല്ലാവരും തിരുവാതിര ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും അല്ലേ. ഇത് കൂവക്കിഴങ്ങാണിത്. നമ്മളെ നാട്ടിൽ കൂവക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി കൊത്തി നുറുക്കിയിട്ട് പണ്ടൊക്കെ ആട്ടുകല്ലുണ്ടെങ്കിൽ അതിലിട്ടിട്ട് അരച്ചിട്ടാണ് ഇതിൻ്റെ മാവ് പിഴിഞ്ഞെടുത്തിട്ട് ഉണങ്ങാട്ടിട്ടാണ് കൂവപ്പൊടിയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിത് അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിളി അവിടെ വന്നിട്ട് ഇങ്ങനെ കുളിക്കുകയാണ് കേട്ടോ. കുറേ കിളികൾ വരാറുണ്ട് ഇതുപോലെ, വെള്ളം കുടിക്കും, അവരിങ്ങനെ കുളിക്കും എല്ലാം. അതിനവിടെ അവർക്ക് ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ണാനൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കുക. നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. വേനൽക്കാലം ആകുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ അവരവരുടെ വീട്ടിൽ പറ്റാവുന്നത്തെ പാത്രങ്ങളിലൊക്കെ വെള്ളം വെക്കണം കേട്ടോ. അത് കിളികൾക്ക് ഒരു ആശ്വാസമാവും. അപ്പോൾ അമ്മ അവിടെ കൊത്തി നുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കൂവക്കിഴങ്ങ്. നല്ല കൂവക്കിഴങ്ങായിരുന്നു. അപ്പോൾ ഞാനവിടെ ഗ്രൈൻഡറിൽ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേശ്ശെയായിട്ട് അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ നല്ല തോർത്തുമുണ്ട് നന്നായി കെട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വയ്ക്കുക. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയാണ് കൂവ ആട്ടിപ്പിഴിയുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായി പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ആ പറയും, പാലില്ലേ, കൂവയ്ക്ക് പാൽ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഇതിൻ്റെ അടിയിൽ പോയി അടിഞ്ഞു നിൽക്കും. എന്നിട്ട് അത് ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ നമ്മൾ കോരയൊക്കെ ആട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ അത് നന്നായി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തെളിഞ്ഞു വരും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വെള്ള കളർ പൊടി കിട്ടും. ഇതാണ് കൂവപ്പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് 2-3 ദിവസം വെയിലത്തിട്ട് ഉണക്കിയിട്ട് ബോട്ടിൽ നന്നായി സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര കാലം വരെയും കേടുകൂടാതിരിക്കും. അപ്പോൾ ഇനി കൂവപ്പായസം ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി